കനത്ത മഴയെ തുടർന്ന് ചൊവ്വാഴ്ച വരെ കോട്ടയം ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾ നിരോധിച്ചു. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശനത്തിനും വിലക്കുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, ജാഗ്രതയുടെ ഭാഗമായുള്ള നടപടികൾ, വിശദാംശങ്ങൾ എന്താണ് ടോബി? തീർച്ചയായിട്ടും ജാഗ്രതയുടെ ഭാഗമായിട്ടുള്ള നടപടികൾ എന്ന് വേണം പറയാൻ. കാരണം നാളെ റെഡ് അലർട്ടാണ് ജില്ലയിൽ, ഇന്ന് ഓറഞ്ച് അലർട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ശക്തമായ മഴയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ലെങ്കിലും രാത്രികാലങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കിഴക്കൻ മേഖലയിൽ കാര്യമായിട്ടുള്ള നിയന്ത്രണങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖനന നിരോധനമാണ്. ഈ 27-ാം തീയതി വരെ ഇതിന് നിരോധനമുണ്ടാകും. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈരാറ്റുപേട്ട, വാഗമൺ, അതുപോലെ തന്നെ തുടങ്ങിയ മാർമല, അരുവി തുടങ്ങിയ ഇല്ലിക്കക്കല്ല് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഉണ്ട്. അവിടെയെല്ലാം വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് രാത്രികാല യാത്രാ നിരോധനം. ഈരാറ്റുപേട്ട, വാഗമൺ റൂട്ടിൽ രാത്രികാല യാത്രാ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 26-ാം തീയതി വരെയാണ് ഇതും ജില്ലാ കളക്ടർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ജാഗ്രത പുലർത്തണമെന്നുള്ളൊരു നിർദ്ദേശമാണ്. ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങളിലേക്കൊന്നും ജില്ലയിൽ നിലവിൽ കാര്യങ്ങൾ പോയിട്ടില്ല. മഴ പെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശക്തമായ കാറ്റ് വീശിയതിനെ തുടർന്ന് നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീഴുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഏകദേശം നിലവിലെ കണക്ക് പ്രകാരം 30-ലധികം വീടുകൾക്ക് മുകളിൽ ഭാഗികമായൊക്കെ മരം വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിവരം. അത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതൽ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയും അതോടൊപ്പം തന്നെ രാത്രികാല യാത്രാ നിരോധനവും മലയോര മേഖലയിലുള്ള നിരോധനവും ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിപ്പോൾ ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. മഴ ശക്തമാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് കോട്ടയം ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്.